അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം അതേതൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന കലാമാണ്. സ്വഹാബികൾ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, പണക്കാരായ ആളുകൾ ധാരാളം സദഖ ചെയ്യുന്നു, അവർ ഹജ്ജ് ചെയ്യുന്നു, അവർ ഉംറ ചെയ്യുന്നു, എല്ലാ നന്മകളും അവർ കൊണ്ടുപോയി, ഞങ്ങൾക്കെങ്ങനെ അവരുടെ ദറജയിൽ എത്താൻ സാധിക്കും? പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചില വാചകങ്ങൾ പറഞ്ഞു തരാം. അദറക്തും മൻ സബഖകും വലം യുദ്രികുൻ അഹദുൻ ബഅദകും. നിങ്ങളെ മുൻകടന്നവരെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും, നിങ്ങൾക്ക് ശേഷമുള്ളവർക്ക് നിങ്ങളുടെ അടുത്ത് എത്താനും പറ്റില്ല. ഏതാണത്? നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ പറയണം, അൽഹംദുലില്ലാഹ് എന്ന് 33 തവണ പറയണം, അല്ലാഹു അക്ബർ എന്ന് 34 തവണ പറയണം. ഒരു രൂപം അതാണ്. 34 തവണ അല്ലാഹു അക്ബർ, 33 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ നിങ്ങൾ 100 തികച്ചാൽ ഗുഫിറത് ഖതായാഹു വലൗ കാനത് മിസ്ലു സബദിൽ ബഹർ, കടലിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്കത് പുറത്തു തരുമെന്നാണ്. മറ്റൊരു റിവായത്തിലുള്ളത്, ഓരോന്നും 33 തവണ പറഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിങ്ങൾ 100 തികയ്ക്കുക എന്നാണ്. മറ്റൊരു റിവായത്തിൽ പ്രവാചകൻ പറഞ്ഞത്, സുബ്ഹാനല്ലാഹ് എന്ന് 25 തവണ, അൽഹംദുലില്ലാഹ് എന്ന് 25 തവണ, അല്ലാഹു അക്ബർ എന്ന് 25 തവണ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 25 തവണ. അങ്ങനെ അതും നിങ്ങൾ 100 തികയ്ക്കണമെന്നാണ്. ഇനി അതിനു പോലും സമയമില്ലാത്തവരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖസ്ലതാൻ ലാ യുഹാഫിളു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന വഹുമാ യസീർ വലാകിൻ മൻ യഅമലു ബിഹിമാ ഖലീൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 2 ഖസ്ലത്തുകൾ ഒരു മുഅ്മിനായ അടിമ അത് മുഹാഫളത്ത് നടത്തിയാൽ, പതിവായി ചെയ്താൽ, ഇല്ലാ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പോവാതിരിക്കില്ല. അത് പക്ഷേ വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, അത് വളരെ ലളിതമാണ്, പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും വളരെ കുറവാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യുസബ്ബിഹു ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 10 വയഹ്മദു 10 വയുകബ്ബിറു 10. 10 തവണ മാത്രം സുബ്ഹാനല്ലാഹ് എന്ന് 10 തവണ, അൽഹംദുലില്ലാഹ് 10 തവണ, അല്ലാഹു അക്ബർ 10 തവണ. പ്രവാചകൻ ചോദിച്ചു, 5 വക്തിൽ ഇങ്ങനെ 10 തവണ പറഞ്ഞാൽ എത്രയുണ്ടാകും? പ്രവാചകൻ പറഞ്ഞു, 150, 150. ആ 150 അതെന്താണ്? ഫിൽ ലിസാൻ, നാവിൽ 150 ഉള്ളൂ. പക്ഷേ ഫിൽ മീസാൻ 1500, 1500 പുണ്യമാണ്. 1500 പുണ്യം. ശേഷം പ്രവാചകൻ പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇത് 33 തവണ, അല്ലാഹു അക്ബർ 34 തവണ. പ്രവാചകൻ പറഞ്ഞു, 100 തവണ നാവിൽ, എന്നാൽ മീസാനിൽ അത് 1000ആണ്. ടോട്ടൽ പ്രവാചകൻ പറഞ്ഞു 2500. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അയ്യുക്കും യഅമലു ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ 2500 സയ്യിഅ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദിവസം 2500 പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. 2500 പാപങ്ങൾ ഒരു ദിവസം ചെയ്യാൻ കഴിയുമോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളൊക്കെ 10 തവണ ഇതേപോലെ ചൊല്ലുന്നതിലൂടെ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ആ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ പറഞ്ഞല്ലോ അത് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് പ്രവർത്തിക്കുന്നവർ കുറവാണെന്ന്, എന്താണ് കാരണം? പ്രവാചകൻ പറഞ്ഞു, യഅതി അഹദുകുമുശ് ശൈത്താൻ. ഇത് ചൊല്ലൽ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഒരു ശൈത്താൻ വരും, ഫീ മനാമി, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഫയുനവ്വിമുഹു ഖബ്ല അൻ യഖൂലഹാ, അത് പറയുന്നതിന് മുമ്പ് അവനെ മറ്റു ചിന്തകളിലാക്കി അവനെ ഉറക്കിക്കളയും. അല്ലെങ്കിൽ യഅതി ഫീ സ്വലാത്തി, നമസ്കാരത്തിലേക്ക് വരും, എന്നിട്ട് ഫയുദക്കിറുഹു ഹാജത്തൻ, ഒരാവശ്യം അവന്റെ മനസ്സിൽ ഓർമ്മപ്പെടുത്തും. അങ്ങനെ വയഖൂമു ഖബ്ല അൻ യഖൂലഹാ, അത് പറയുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകും. എഴുന്നേൽക്കുന്ന ആവേശം കണ്ടാൽ വിചാരിക്കും എന്തോ തീപിടിച്ച പണി എടുക്കാനുണ്ട് എന്ന്. എന്നാൽ പുറത്തിറങ്ങിയാൽ ഒന്നെങ്കിൽ അവിടെ എവിടെയോ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകും,
സംസാരിച്ചു നിൽക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുന്നുണ്ടാകും. അങ്ങനെയൊക്കെയാണ് പിശാച് നിങ്ങളിൽ നിന്ന് ആ നന്മയെ തട്ടിയെടുക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള തഹ്ലീലും തസ്ബീഹും തഹ്മീദുകളുടെയും പ്രാധാന്യമാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് റബ്ബിൽ നിന്ന് സ്വർഗം കിട്ടേണ്ടതുണ്ട്. സ്വർഗം കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ആവശ്യപ്പെടണം, സ്വർഗം തേടണം. എങ്ങനെ? നിങ്ങളെല്ലാവരും എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അങ്ങനെ നിങ്ങൾ പാരായണം ചെയ്താൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗത്ത്, മരണമല്ലാതെ ആ വ്യക്തിക്ക് സ്വർഗത്ത് പോകാൻ വേറെ തടസ്സമില്ല എന്നാണ്. മരണമല്ലാതെ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ വേറെ തടസ്സമില്ല. എല്ലാ വഖ്ത് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി, തൗഹീദ് ഉൾക്കൊള്ളുന്ന അഅ്ളമു ആയ ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിലെ ഏറ്റവും മഹത്തായ ആയത്ത്, അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാളത് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ സ്വഹാബത്ത് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഓരോ വഖ്ത് നമസ്കാരത്തിന് ശേഷവും ഞങ്ങളോട് സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്, അഥവാ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വഖ്ത് നമസ്കാരത്തിന് ശേഷവും സലാം വീട്ടിയാൽ സമയമുള്ളവർ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഓരോ തവണ പറയണം. ഈ ലോകത്തിലെയും പരലോകത്തിലെയും എല്ലാ ശർറുകളിൽ നിന്നും മനുഷ്യന് രക്ഷ നൽകുന്ന അതിബൃഹത്തായ ഇസ്തിആദയാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.